ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ സൊല്യൂഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MBA, MCOM, അതുപോലെ തന്നെ BBA ഇങ്ങനെയുള്ള ഇഗ്നോയിൽ പ്രൊജക്റ്റ് പേപ്പേഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രൊജക്റ്റ് റിപ്പോർട്ട് അയക്കുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴാണ് നിങ്ങൾ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഏത് സമയമാണ് നമ്മൾ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബിയസ്ലി നമുക്ക് എക്സാമിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് സ്റ്റഡി സെൻറ്ററിൽ നിന്ന് കുറഞ്ഞത് നമുക്കൊരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടാറുണ്ട് അല്ലേ. അപ്രൂവൽ മീൻസ് നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരാറില്ല. എല്ലാം ഓൺ ടൈമിൽ തന്നെ നമുക്ക് സ്റ്റഡി സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്റ്റഡി സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ അത് റിസോൾവ് ആവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ നമുക്ക് സിനോപ്സിസിൻ്റെയും പ്രൊജക്റ്റിൻ്റെയും കേസിൽ സിനോപ്സിസ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉടനെ, ഇപ്പോൾ MBA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3rd സെമിസ്റ്ററിലോട്ട് രജിസ്റ്റർ ചെയ്ത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സിനോപ്സിസ് അയക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം നേരത്തെ പറ്റുമോ അത്രത്തോളം നേരത്തെ അയക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് നേരത്തെ അയക്കാൻ പറയുന്നത്, നമ്മൾ ഇത് സ്റ്റഡി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമില്ല. നമ്മൾ ഒന്നാമത് റീജിയണൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റീജിയണൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുമ്പം നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈംസും റെസ്പോൺസസ് നമുക്ക് കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിനോപ്സിസിൻ്റെ മിനിമം ടൈം ഇവർ പറയുന്നത് 4 മാസമാണ്. ഒരു പരിധി വരെ ഈ ഒരു 4 മാസം കൊച്ചിൻ റീജിയണൽ സെൻറ്റർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഒരു 6 മാസം വരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്റർ 6 മാസം മുതൽ 8 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെയും കിട്ടും ഓൾമോസ്റ്റ്. പക്ഷേ വടകര റീജിയണൽ സെൻറ്റർ കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്ലോ ആണ്. ആൻഡ് ഓൾസോ വടകര RC അപ്രൂവൽ കിട്ടാനും കുറച്ചധികം പണിയാണ്. സർവീസിൽ ഏറ്റവും മോശം RC പറയണമെന്നുണ്ടെങ്കിൽ വടകര RC തന്നെയാണ് ഞാൻ പറയാം, ഇത്ര ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാര്യം ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു മാസം ഒരു 30 സിനോപ്സിസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 10 സിനോപ്സിസ് വടകരയും 10 സിനോപ്സിസ് കൊച്ചിയും 10 സിനോപ്സിസ് ട്രിവാൻഡ്രം ആണെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞ് ഈ സ്റ്റുഡൻസിൻ്റെ അപ്രൂവൽ കിട്ടുന്ന റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റേറ്റ് മീൻസ് അപ്രൂവൽ വരുന്ന ആ ഒരു ടൈം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസം 5 മാസത്തിനുള്ളിൽ ഇവരുടെയൊക്കെ അപ്രൂവൽ വന്നിട്ടുണ്ടാകും. പക്ഷേ എന്താണ് ഇത് വന്നിട്ടുണ്ടാവില്ല, വടകര വന്നിട്ടുണ്ടാവില്ല, 1-2 പേർക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അപ്പോൾ വടകര RCൻ്റെ നമ്മൾ ചെയ്യുമ്പം നല്ല രീതിക്ക് ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുക. ഗൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായാലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സിനോപ്സിസ് നേരത്തെ അയക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഗൈഡിനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, ഇപ്പം നേരത്തെ തന്നെ സിനോപ്സിസ് അയക്കാം. നേരത്തെ തന്നെ സിനോപ്സിസ് അയക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ 4th സെമിസ്റ്റർ കഴിയാനാകുമ്പോഴേക്കും നമുക്ക് അപ്രൂവൽ കിട്ടില്ല. എന്തായാലും ഒരു 1.5 വർഷം എടുക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയും നേരത്തെ തന്നെ നമുക്ക് കിട്ടില്ല. കാര്യം നമ്മൾ സിനോപ്സിസ് വൺസ് അയച്ച് അതിൻ്റെ അപ്രൂവൽ വന്ന്, ആ ഒരു അപ്രൂവൽ വന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഇഗ്നോൻ്റെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡറായിട്ടുള്ള പ്രൊജക്റ്റ്, ഏകദേശം ഒരു 9 ചാപ്റ്ററൈസേഷൻ വരുന്നുണ്ട്. ഈ ഒരു 9 ചാപ്റ്ററൈസേഷനും കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനെയറും അപ്പൻഡിക്സും ബിബ്ലിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം ഒരു 90-99 പേജൊക്കെ ഉണ്ടാവും. അപ്പം ഇത്രയും പേജുള്ള റിപ്പോർട്ട് നമ്മൾ സിനോപ്സിസ് അപ്രൂവ് ആയതിനു ശേഷമാണല്ലോ തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അയക്കുന്ന സമയത്ത്, ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അയച്ച് അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് ഇത് അയക്കുന്ന സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് അടുത്ത എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് പ്രൊജക്റ്റിൻ്റെ മാർക്ക് നമുക്ക് ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആവുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇതിപ്പോൾ മാസം ഓഗസ്റ്റാണ്. ഓഗസ്റ്റ് ആകുമ്പം അടുത്ത എക്സാമിൻ്റെ റിസൾട്ട് വരെ ഡിസംബറിലാണ്. പക്ഷേ ഈ ഒരു ഡിസംബർ സമയത്ത് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് വരില്ല. ഓഗസ്റ്റിൽ സബ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെത് ഈ ഡിസംബറിൽ വരാതെ അടുത്ത വർഷം ജൂണിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ വരും. അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ടും കഴിഞ്ഞ് അടുത്തൊരു എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ കൂടെയാണ് വരിക. അപ്പോൾ അത്രയും സമയം എടുക്കും പ്രൊജക്റ്റിൻ്റെ റിസൾട്ടും വരാൻ. മിനിമം 6 മാസം എടുക്കും. സിനോപ്സിസിൻ്റെ റിസൾട്ട് വരാനും നമുക്കൊരു 8 മാസം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തെ പ്രോസസ്സാണ്. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നേരത്തെ കഴിയും. ബാക്കിയുള്ള പേപ്പേഴ്സ് കഴിയട്ടെ, എഴുതാനുള്ളത് കഴിയട്ടെ, അസൈൻമെൻറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഇതൊന്നും ആവാതെ ഈ ഒരു പേപ്പർ മാത്രം കിട്ടാതെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവാതെ വെറുതെ ആയി ഇത്രയും എഫേർട്ട് ഇട്ട് വെറുതെ ആയി പോകുന്ന ഒത്തിരി സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ട് നെക്സ്റ്റിലായി കിട്ടുക എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതാവുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്.